ഇനി നേരെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഉച്ചക്ക് 1 മണിക്കാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് ഊട്ടിക്ക് പോണത്. ചെറുങ്ങനെ ഒന്ന് അടിയിലായി. നമ്മൾ പൊല്യൂഷൻ വെച്ചിട്ട് പോലീസ് കൈയാട്ടിയപ്പോൾ ചെക്ക് പോസ്റ്റിൽ എല്ലാ കാര്യത്തിലും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിറങ്ങി. പൊല്യൂഷൻ ചോദിച്ചപ്പോൾ പൊല്യൂഷൻ ഇല്ല. പൊല്യൂഷൻ ജനുവരി കഴിഞ്ഞിരിക്കും. 500 റുപ്യ പോയി. അടിയില്ല. അച്ചങ്ങനോട് ഞാൻ ആദ്യമേ ചോദിച്ചാണ് വണ്ടിക്ക് പേപ്പറൊക്കെ ഉണ്ടോ, പേപ്പറൊക്കെ. ഏതായാലും പോയത് പോയി. നമ്മൾ പൊല്യൂഷൻ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പോയത്. അങ്ങനെ ഊട്ടിക്ക് മസനഗുഡി കൂടെ ഉള്ള റൂട്ടിൽ ഫുള്ള് കോടൊക്കെ മൂടി ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആയി കിടക്കട്ടോ. ബന്ദിപ്പൂര് ഫോറസ്റ്റ് വെച്ചപ്പോൾ ആകെ കണ്ടത് മാനെയാണ്. കുറെ എക്സ്പെക്ട് ചെയ്തിന്, പക്ഷെ ആകെ കിട്ടിയത് എപ്പോഴും കാണുന്ന ഈ മാനെ ഉണ്ടോ. ഒരുമാതിരി ഹലാക്കുമത്തെ ചുരാണ് ഈ മസനഗുഡി കൂടെ ഊട്ടിക്ക് പോകുമ്പോഴുള്ള ചുരം. ചുരത്തുമ്പോൾ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടായിനി. അങ്ങനെ ചുരം കയറിയ ക്ഷീണത്തിൽ നമ്മളൊരു ചായ എടുക്കാൻ വേണ്ടിയാണ്ട് ഇറങ്ങിയതാണ്. പിച്ചങ്ങ എന്തൊക്കെയോ പറഞ്ഞ് ഓന തന്നെ ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിക്കൊണ്ടേ ഇരിക്കാണ്ടോ. നേരെ നമ്മള് ബോട്ട് ഹൗസിലേക്കാണ് പോയത്. ചെറുങ്ങനെ അടിയിലായിണ്ട്. ബോട്ട് ഇല്ല, ബോട്ടിന്റെ സമയം കഴിഞ്ഞ്. നമ്മളെത്തിയപ്പോ ഇതിന് ബോട്ടിന്റെ ടിക്കറ്റ് എടുക്കലങ്ങ് നിന്ന് കേട്ടോ. വൈകുന്നേരം ആയിക്കണേ. അപ്പൊ പിന്നെയുള്ള ഒരു ഓപ്ഷൻ പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പൊ അതിൽ നമ്മൾ നേരെ വലിഞ്ഞു കയറി. ഊട്ടിയിലെത്തിക്കണ്, നല്ല തണുപ്പാണ്. അങ്ങനെ ഇപ്പൊ ഊട്ടിൽ നിന്ന് നിക്കണോ പോണോന്ന് അയക്കണേ. അത്യാവശ്യം നല്ല റൂം കിട്ടിയപ്പോ നമുക്ക് ഇന്ന് ഊട്ടിയിൽ നിക്കാന്നായി. നാളെ ബോട്ടിങ്ങും ചെയ്യാലോ.